തെക്കും വടക്കുമായിട്ട് KSRTCക്ക് ഒരു അന്തരമുണ്ട്. അതിൽ 24%, 25% വണ്ടികളാണ് പാലക്കാട് മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലുള്ളത്. എന്നാൽ 33% സർവീസുകൾ വടക്കൻ ജില്ലകളിൽ പോകുന്നുണ്ട്. കാരണം തെക്കൻ ജില്ലകളിൽ നിന്നും ആരംഭിക്കുന്ന 415 സർവീസുകൾ വടക്കൻ ജില്ലകളിലും എത്തുന്നുണ്ട്. അപ്പോൾ സർവീസുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ 33% സർവീസുകൾ വടക്കൻ ജില്ലകളിലുണ്ട്. വടക്കൻ ജില്ലകളിലെ ജനസംഖ്യ 42%. ഭയങ്കരമായൊരു അന്തരമില്ല. പക്ഷേ വടക്കൻ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു, ഇപ്പോൾ മഞ്ചേശ്വരത്ത് KSRTC സർവീസ് ഇല്ല. അപ്പോൾ അവിടെ മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങളിൽ, തീരെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മളത് അടിയന്തരമായിട്ട് തന്നെ അത് പരിഹരിക്കാൻ ശ്രമിക്കും. പിന്നെ പടിപടിയായിട്ടല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് KSRTCയുടെ എല്ലാ സർവീസും കൂടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ KSRTC തീരെ കടന്നു ചെല്ലാത്ത ചില കോണുകളിലേക്ക് ഈ സാഹചര്യത്തിൽ ചെല്ലേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അത് പറഞ്ഞില്ലല്ലോ, നാളെ പറയാം. ഞാൻ ഓർഡിനറിയെന്നും ഫാസ്റ്റ് ഒന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഏതിലാണോ അത് സ്ത്രീകൾക്ക് തിരിച്ചറിഞ്ഞ് കയറാൻ സാധിക്കും. സ്ത്രീകൾക്കിടയിൽ വ്യത്യാസമില്ല, തിരിച്ചു വ്യത്യാസങ്ങളില്ല, എല്ലാ സ്ത്രീകൾക്കും. സ്വാതന്ത്ര്യക്കുറവൊന്നുമില്ല. സ്വാതന്ത്ര്യം എന്നുള്ള വാക്ക് തങ്ങൾ ഉപയോഗിച്ച് ശരിയല്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അറിഞ്ഞില്ല, അറിയില്ല. ബസ്സുകൾക്ക് നിയമലംഘനം നടത്താനുള്ള അധികാരമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് മന്ത്രിയല്ലേ, എനിക്ക് പോലും അവിടെ ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാണെന്നുള്ളതുകൊണ്ട് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കാനുള്ള ഒരു അവകാശമില്ല. എന്തോ അതിപ്പോൾ നാളെ പറയാം.